അന്വർത്ഥമാക്കുന്നതാണ് കൂർമ്മശില്പവും. 42 അടി നീളവും 30 അടി വീതിയും 15 അടി ഉയരവുമുള്ള ഭീമൻ ശില്പം 35 ലക്ഷം രൂപ ചിലവഴിച്ച് 1.5 വർഷമെടുത്താണ് നിർമ്മിച്ചത്. ഇടുക്കി ജില്ലയെ മുഴുവനായി ആവാഹിച്ച രീതിയിലുള്ള മിനിയേച്ചർ ഗാലറിയും ശില്പത്തിനുള്ളിലേക്ക് കയറിയാൽ ആസ്വദിക്കാം. ഇടുക്കി ആർച്ച് ഡാം, ഷട്ടർ ഉയർത്തിയ ചെറുതോണി ഡാം, ചെറുതോണി പാലം ഉൾപ്പെടുന്ന പ്രകൃതി ദൃശ്യങ്ങൾ, രാമക്കല്ലും കുറവൻകുറത്തി ശില്പവും മലമുഴക്കി വേഴാമ്പലും തമിഴ്നാടിന്റെ വിദൂര ദൃശ്യങ്ങളുമെല്ലാം മിനിയേച്ചർ ഗാലറിക്കുള്ളിൽ ശില്പി ജോയ് ഡാനിയൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആമയുടെ ശില്പം എന്ന ആശയത്തിലേക്ക് എത്താനുള്ള കാരണം ആമപ്പാറ എന്ന പേര് തന്നെയാണ്. ശില്പം കൂടി പൂർത്തിയായതോടെ ആ പേരിന് ഇനി ഭംഗി കൂടും. ആമപ്പാറയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂറിസം സാധ്യതകൾ എല്ലാ വശങ്ങളിലേക്കും ഉണ്ടാകുന്ന രീതിയിൽ സംഭവം ചെയ്യണമെന്നുള്ള ആശയത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ശില്പ നിർമ്മാണത്തിലേക്ക് വന്നത്. ശില്പത്തിന്റെ പേര് കൂർമ്മ മിനിയേച്ചർ ഗാലറി ഇൻ സ്കൾപ്ചർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആമശില്പത്തിനുള്ളിലെ മിനിയേച്ചർ ഗാലറി എന്നാണ് അതിന്റെ അർത്ഥം. ഏറെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഈ ഭീമൻ ശില്പം പ്രദേശവാസി കൂടിയായ ശില്പി ജോയ് ഡാനിയൽ നിർമ്മിച്ചത്. അതിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ സമയമെടുത്താണ് അതെല്ലാം ചെയ്തെടുത്തത്. ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും കൊടൈക്കനാലിലെ ഗുണ കേവിന് സമാനമായ ഗുഹകളും പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ചകൾക്കുമൊപ്പം ഇനി കൂർമ്മയുടെ സൗന്ദര്യവും സഞ്ചാരികൾക്ക് ആവോളം ആസ്വദിക്കാം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. അപ്പോൾ പുറമേന്ന് കാണുന്ന ആമയുടെ സൗന്ദര്യം മാത്രമല്ല, ഉള്ളിൽ ഇടുക്കി ഇങ്ങനെ പരന്നു കിടക്കുന്നത് അതിമനോഹരമായ കാഴ്ച. നന്ദുഷ, ജടായുപ്പാറയിൽ ജടായുവിൻ്റെ ശില്പം നമ്മൾ ഗംഭീരമായി കാണുന്നു. ആമപ്പാറയിൽ ആമയുടെ ശില്പം അല്ലേ? ഇടുക്കി ജില്ലയിൽ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്കറിയാം. അതിലേറ്റവും നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതും ഒരുപക്ഷെ പോയിട്ടുള്ളതുമായിട്ടുള്ള സ്ഥലമാണ് മൂന്നാർ. പിന്നെ തേക്കടിയുണ്ട്, പരുന്തുംപാറയുണ്ട്, കുട്ടിക്കാനമുണ്ട്, വാഗമണ്ണുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിൽ ടൂറിസം കേന്ദ്രങ്ങളായിട്ട് നമുക്ക് പരിചിതമാണ്. അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു പേര് തന്നെയാണ് രാമക്കൽമേട്. രാമക്കൽമേട്ടിൽ പോയിട്ടുള്ളവരും ഒന്നിലധികം തവണ പോയിട്ടുള്ളവരും പോലും തൊട്ടടുത്തുള്ള ഈ ആമപ്പാറ പോയിട്ടുള്ളവരായിരിക്കത്തില്ല. പക്ഷേ രാമക്കല്ലിനോളം അതല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ആമപ്പാറ. ഈ ആമപ്പാറ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ദൂരെ നിന്നുള്ള കാഴ്ചയിൽ ഒരാമയുടെ തോട് പോലുള്ള പാറ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ടാണ്, ഈ മലമുകളിലുള്ളത് കൊണ്ടാണ് ആമപ്പാറ എന്നുള്ള പേര് വന്നത് ഈ പ്രദേശത്തിന്. പിന്നീട് രാമക്കൽമേട് പ്രസിദ്ധമായി കുറവൻകുറത്തി പ്രതിമയൊക്കെ വന്നു. അതിനുശേഷം കാറ്റാടിപ്പാറം വന്നു, ട്രെക്കിങ് വന്നു. അതിനോടൊപ്പം ആമപ്പാറയിലേക്കും കുറച്ചധികം സഞ്ചാരികൾ എത്തിത്തുടങ്ങി. അപ്പോൾ പോലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഭംഗി ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ആ ഒരു ഭംഗിയോളം സഞ്ചാരികൾ ഇവിടേക്ക് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരം എന്നോണമാണ് ഇവിടെ ഒരു ആമശില്പം, കൂർമ്മ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ആമശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പമാണെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ആമപ്പാറയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സിലേക്ക് കണ്ട പോലെയുള്ള ഒരു ഗുണ കേവ് പോലത്തെ ഉള്ള ഒരു ഗുഹകളൊക്കെ ഉണ്ട് ഈ ആമപ്പാറയിൽ. അതോടൊപ്പം തന്നെ ഈ വരുന്ന സഞ്ചാരികൾക്കെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് ഇനി ഈ കൂർമ്മ ശില്പവും മാറും. അതിൻ്റെ ഒരുപാട് സവിശേഷതകളൊക്കെ ഉണ്ട്. ഈ ശില്പത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഈ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടുക്കി ഡാമും ചെറുതോണി പാലവും ചെറുതോണി ഡാമും അങ്ങനെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ രൂപം ഈ ശില്പത്തിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആമപ്പാറയിൽ